ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ, ഇന്ന് ഞാനൊരു വ്യത്യസ്തമായൊരു വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വ്യത്യസ്തമായൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായൊരു വീട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ താഴെച്ചൊവ്വക്കടുത്തുള്ള കസ്തൂരിച്ചാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. ഇവിടെ ഒരു രസകരമായ വീടും വീടിൻ്റെ ഡിസൈനും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം ഒരു വ്യത്യസ്തതയുണ്ട്. അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നമുക്ക് ഏതായാലും വീട് കണ്ട് വീടിൻ്റെ അകത്തൊക്കെ കയറി നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. വാ. അപ്പോൾ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. വീടിൻ്റെ ആൾക്കാരെല്ലാം കണ്ട് നമുക്ക് പരിചയപ്പെടാം. വാ. നമസ്കാരം. നമസ്കാരം. എന്തെല്ലാം വിശേഷം? വീട്ടിൽ കൂടെല്ലാം കഴിഞ്ഞിട്ട് എന്തുണ്ട്? അങ്ങനെ ഉഷാറായിട്ട് പോകുന്നല്ലേ. പിന്നെ ഈ വീടിൻ്റെ പ്ലാനും ഡിസൈനും ഒക്കെ ആരാണ് ചെയ്തത്? ഇത് ശരിക്കും ഇതിൻ്റെ കംപ്ലീറ്റ് ഐഡിയയും പ്ലാന് വരച്ചത് നമ്മളൊരു സുഹൃത്താണ്, സുമോജിൻ്റെ ഒരു ഫ്രണ്ടാണ്. പക്ഷെ ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസൈനും ഇതെങ്ങനെയെല്ലാം വേണമെന്നുള്ളതെല്ലാം ചെയ്തത് ഞാൻ തന്നെ പൂർണ്ണമായിട്ട്. പ്ലാൻ വരക്കുന്നതിൻ്റെ ഐഡിയ ഒക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്ത രീതിയിൽ ചെയ്തായിരിക്കും എല്ലാം കംപ്ലീറ്റ്. ശരിക്ക് നിങ്ങളെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ബാംഗ്ലൂർ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെയാണ്, കുറേ വർഷമായിട്ട് ബാംഗ്ലൂർ തന്നെയാണ്. അപ്പം നാട്ടിലിങ്ങനെ ഒരു വീട് എടുക്കണം എന്ന് പറയുമ്പോൾ പഴയൊരു മോഡൽ പണ്ടത്തെ രീതിയിലൊരു വീട് എടുക്കണം എന്നുള്ളൊരു പ്ലാനായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ഒരു ഡിസൈൻ കുറേ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് ഒരു സെറ്റാവുന്ന രീതിയിൽ അധികം പോഷായിട്ടും വേണ്ട, അധികം ഇതായിട്ടും ഇല്ലാത്ത രീതിയിലൊരു മീഡിയം സൈസിലൊരു അറേഞ്ച്മെൻറ്റിലുള്ള ഒരു വീട് എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെയാണ് ഈ വീടിൻ്റെ പ്ലാൻ ഉണ്ടായത്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഒരു ആർഭാടം കാണിച്ച് ആഡംബരത്തോടു കൂടിയുള്ള വീടാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതെ. അപ്പം നിങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒറ്റ നില വീട്, ഒരു ഒതുങ്ങിയ വീട്, പക്ഷെ അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ളൊരു വീട്, ഇങ്ങനൊരു ഐഡിയ എന്തുകൊണ്ടാണ് തോന്നിയത്? അത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടും പഴയ നമ്മുടെ തറവാട് മട്ടന്നൂരിലെ തറവാട് ഏകദേശം 80-90 വർഷത്തിന് മേലെ പഴക്കമുള്ള വീടാണ്. അപ്പോൾ ഓടിട്ട വീട് തന്നെയാണ്. ഓട്ട് വീട് മരത്തിൻ്റെ മച്ചല്ല ഇവിടെ. അപ്പോൾ അതിൻ്റെതായ ഒരു സുഖം നമുക്ക് ഈ കോൺക്രീറ്റ് വീട് കിട്ടൂല. ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് എന്തായാലും നാട്ടിലൊരു വീടെടുക്കുമ്പോൾ ഇതുപോലെ പഴയ ആ രീതിയിലുള്ള വീടെടുക്കണം എന്നുള്ള ഐഡിയ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പ്ലാൻ ഉണ്ടാക്കിയതും അതുപോലൊരു വീട് ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലെത്തി അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു വീട് എടുക്കുമ്പോൾ മക്കളോടൊക്കെ ചോദിച്ചു, അവർക്കൊക്കെ പ്ലാന് നേരത്തെ എല്ലാം അവരെ കാണിച്ച് നമ്മളവരെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. വൈഫിന് അത്ര ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ അവർക്ക് പണി കഴിഞ്ഞപ്പോൾ അവർക്കും നല്ല ഇഷ്ടപ്പെട്ടല്ലേ? അത് ആദ്യം കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടില്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് പരിചയമുള്ളതുകൊണ്ട് അവര് ഇതുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ഇത് എത്ര കാലം എടുത്തത് ചെയ്ത് ഇങ്ങനെ എടുത്ത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 6 month കൊണ്ട് തീർക്കേണ്ട രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ കഴിഞ്ഞ മെയ് ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്ട്രക്ചറെല്ലാം കഴിഞ്ഞ് ഓർഡറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ലേറ്റായിപ്പോയെന്ന് വെച്ചാൽ നമുക്ക് പ്ലാസ്റ്റിക്കിന് പൂഴി മണൽ കിട്ടാത്തൊരു പ്രശ്നമുണ്ടായി. മഴ വന്നതിന് ശേഷം പിന്നെ മണലിൽ ക്ഷാമയപ്പോൾ കുറച്ചങ്ങനെ ലേറ്റായിപ്പോയി. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വർഷത്തോളം, ഏകദേശം ഒരു വർഷത്തെ സമയമായി. ശരിക്ക് ഇതിനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അധികം ആഡംബരം ഒന്നും കാണിച്ചിട്ടില്ല. സാധാരണ ഇപ്പോൾ എല്ലാവരും 2 നില 3 നിലയൊക്കെ എടുക്കുന്ന കാലമാണ്. അപ്പോൾ ഇതിന് നമ്മുടെ ബഡ്ജറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത്? ബഡ്ജറ്റ് ശരിക്കും സാധാരണക്കാർക്ക് താങ്ങുന്ന രീതിയിൽ താങ്ങാൻ പറ്റുന്ന ബഡ്ജറ്റിനാണ്. പക്ഷേ ഞാനത് കംപ്ലീറ്റ് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. കാരണം എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല അത്. അപ്പം എന്നാലും ഒരു 30-നുള്ളിലായിട്ട് തീർന്നിട്ടുണ്ടാവുന്നതിൻ്റെ തോന്നൽ. പക്ഷേ അതിൽ കണക്കൂട്ടി നോക്കണം. വുഡ് ഒക്കെ നമുക്ക് കുറച്ച് സ്വന്തമായിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരുപാട് വ്യത്യസ്തത ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? അതെ. ബാക്കി മരങ്ങളൊക്കെ പിന്നെ ഇത് പാനലിംഗ് ഒക്കെ ചെയ്തത് മഹാഗണിയാണ്. അത് പോളിഷിങ് ഫുള്ളായിട്ടില്ല. ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം വെച്ചാൽ പൊതുവെ എല്ലാവരും പറയുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മഹാഗണി അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അത് ബെൻഡായിപ്പോവും, പിന്നെ അത് പൊടി വരും, അങ്ങനെയുള്ളൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും മഹാഗണി ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല മരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഇപ്പം എല്ലാം ഫിറ്റ് ചെയ്തിട്ട് പോളിഷിങ് ചെയ്തതിൻ്റെ ആദ്യമായിട്ടുള്ള സീലർ എന്ന് പറഞ്ഞ സംഭവം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സീലർ ചെയ്താൽ ശരിക്കും മരം അബ്സോർവ് ചെയ്യണം. ഇപ്പോൾ 2 കോട്ട് ചെയ്തു.
ഇനി ഒരു കോട്ടും കൂടി ചെയ്തതിന് ശേഷം മാത്രമേ അതിനുപോലെ സ്പ്രേ പോളിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുവരെ അതിനകത്തുള്ള ഇത് സീലറിൻ്റെ ഇതെല്ലാം മരത്തിൽ അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും വലിയ പ്രശ്നമില്ല. പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ ഡോറും വിൻഡോയിലെ ഷട്ടേഴ്സ് എല്ലാം മഹാഗണി ചെയ്തിരിക്കുന്നത്. അതതിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തായിരിക്കും. അതെ. കാർ പോർച്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പ്ലാനിലില്ലാത്തതായിരുന്നു. അപ്പം നമ്മൾ കാർ പോർച്ച് അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വന്നപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചറുമായിട്ട് നേരത്തെ ഗ്ലാസ് ഇടാം, ഫുള്ളായിട്ട് ഗ്ലാസ് ഇട്ടിട്ട് ടഫൻ ഗ്ലാസ് ചെയ്ത് ചെയ്യാന്നുള്ള രീതിയിലല്ലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ അത് ഈ വീടുമായിട്ട് ഒരു തരത്തിലും യോജിക്കില്ല, മാച്ച് ചെയ്യില്ല. അങ്ങനെ അത് പിന്നെ ലാസ്റ്റ് ഇതേ മോഡലിൽ തന്നെ ചെയ്യാന്നുള്ള രീതിയിൽ വന്നത്. ഇതാണ് അതിന്റെ പുറത്തുള്ള ഒരു വ്യൂ കേട്ടോ ചങ്ങായിമാരെ. ഇത് പഴയ നമ്മൾ പണ്ടത്തെ പുകയോട് എന്ന് പറയുന്ന ഇത് ഞങ്ങൾ തറവാട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ കിട്ടാൻ ഭയങ്കര പാടാ. അപ്പൊ ഞങ്ങളൊരു അത് അനിവരുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടി നമ്മുടെ പണ്ടത്തെ വീടിന്റെ അടുക്കളേന്റെ മേലെ പുകയോട് എന്ന് പറയുന്ന സാധനമാണ്. ജസ്റ്റ് വെറുതെ ഒരു ഷോൻ അങ്ങനെ വെച്ചതാ. പിന്നെ അതുപോലെ എയർ എടുക്കുന്നതിനും എയർ തള്ളുന്നതിനും ഒരു കാറ്റടിക്കുമ്പോഴേ എയർ ഒഴിഞ്ഞു പോകാനുള്ളൊരു സംവിധാനം കൂടിയാണത്. നമുക്ക് പുറത്തെ കാഴ്ച ഒന്ന് കണ്ടിട്ട് അകത്തേക്ക് കയറാം അല്ലേ? ആയിക്കോട്ടെ. ഇതാ ഈ ഭാഗത്തെ കാഴ്ചകൾ. അപ്പൊ ഇവരൊന്ന് പരിചയപ്പെടുത്താൻ നിങ്ങളെന്നാൽ? ഇത് ട്വിൻസാണ്, അമൽ അതുൽ. രണ്ടാളും എട്ടാം ക്ലാസ്സിലാ. എവിടെയാന്ന് പഠിക്കുന്നത്? കടമ്പൂർ സ്കൂളിലെ. എന്തുണ്ട് പിന്നെ ഈ വീടിനെ പറ്റിട്ട് എന്നാന്ന് പറയാനല്ലേ? ഇഷ്ടപ്പെട്ടിനാ കണ്ടിട്ട്? രണ്ടാളും പണിയെടുക്കുന്ന സമയത്തൊക്കെ വരുത്തുണ്ടായിരുന്നോ? നിങ്ങൾ എന്തെങ്കിലും പിന്നെ ഐഡിയ പറഞ്ഞു കൊടുത്ത അച്ഛന്? ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലേ? വേറെ എന്നാ പറയാ? നമുക്ക് അകത്ത് കയറാം അല്ലേ? വീടെല്ലാം കാണാവാ. ഇത് എവിടുന്നാന്ന്? ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചതാ. ഒരു ഇതിൽ കണ്ടിട്ട് അങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലേ? എല്ലാം വ്യത്യസ്തത. ഈ വുഡൻ പാനലിംഗ് ഒക്കെ നിങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്ത് നമ്മൾ മരം അതിന് കണക്കായിട്ട് കട്ട് ചെയ്തതായിരുന്നു. കാരണം ഇത് വീട്ടിലൊരു വലിയ മഹാഗണി ഉണ്ടായിരുന്നു. വീട്ടിലെന്ന് വെച്ചാൽ എൻ്റെ മുത്തച്ഛൻ്റെ വീട്ടില്, മുത്തച്ഛൻ്റെ മോൻ്റെ വീട്ടില്. അപ്പം അങ്ങനെ വാങ്ങിച്ച ഒരു 10-40 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള മഹാഗണിയായിരുന്നു. ഇത് ലിവിങ്. നമ്മളിതിൽ പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ വുഡൻ ഫ്ലോറിംഗ് ആണ് കുറച്ച് ഭാഗം ചെയ്തിട്ടുള്ളത്. ഇത് കാണുമ്പോൾ ടൈല് പോലെയും തോന്നുന്നുണ്ടല്ലേ? ശരിയായ മരമാണ്. ഇതിൽ ഒരുപാട് വിധം മരമുണ്ട്. വീട്ടിയുണ്ട്, പിന്നെ ദേവദാരുണ്ട്, പിന്നെ പടോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മലേഷ്യൻ ഇമ്പോർട്ടഡ് ഫ്രൂട്ട് ഉണ്ട്. അത് എല്ലാ ഡിഫറെന്റ് കളർ എനിക്ക് കാണാൻ പറ്റും. ഓരോ മരം ഓരോ പീസാണ്. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഗമ്മിലൊട്ടിച്ചതാണ്. വേറെ ഇവിടുത്തെ ടി വി യൂണിറ്റ് പറ്റിയല്ലേ? ടി വി യൂണിറ്റും നമ്മൾ ആ വാള് മുഴുവൻ പാനലിംഗ് ചെയ്തിട്ട് പിന്നെ ഇത് ഞങ്ങൾ സ്റ്റെൻസിൽ ഉപയോഗിച്ച് പെയിന്റ് ചെയ്ത അതൊരു ഒരു വെറൈറ്റി പോലെ. ഇത് നിങ്ങൾ തന്നെ ചെയ്തതാ? അതെ, പെയിന്റിങ് ഞാൻ ചെയ്ത. ഇതും പോളിഷിങ് ഫിനിഷ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഇത് ടി വി ഇവിടെ വെക്കാതിരുന്നേ. അതെ, അത് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 2 കോട്ട് സീലർ ചെയ്തിട്ട് വെച്ചിരിക്കാം. അതുപോലെ ഇത് എന്നാ ഇതിന്റെ എന്തെങ്കിലും ഇതുണ്ടോ, ഐതിഹ്യം ഉണ്ടോ? ഇല്ല, ഇത് നമുക്കൊരു ഗിഫ്റ്റ് തന്നതല്ലേ. കുട്ടികളെ ഇവരെ ഫ്രണ്ട്സ് കൊണ്ടുകൊടുത്തു. ആരോടും പറഞ്ഞിട്ടില്ല, ലാസ്റ്റാണ് തീരുമാനിച്ചു. അല്ല, ഹുക്കലായിട്ട് വെച്ചിരുന്നു. ലാസ്റ്റ് അങ്ങനെ ഒരു എന്തായാലും ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിവിടെ ഒരു ആട്ടുകട്ടിൽ ഇടാന്നുള്ള രീതിയിൽ നമ്മൾ ലിവിങ് സ്പേസ് കൂട്ടിയിട്ട് മറ്റുള്ള ബെഡ്റൂമിൻ്റെ സൈസ് കുറച്ചിട്ടാണ് പ്ലാൻ ചെയ്തത്. ആവശ്യത്തിന് മാത്രം. ബെഡ്റൂമിൽ നമ്മൾ കിടക്കാനല്ലേ പോകുന്നുള്ളൂ. അപ്പം ആ രീതിയിലുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. പിന്നെ വേറെ ഇതിനെപ്പറ്റി ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഓടിലാണല്ലോ ഈ വീട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ സീലിങ്ങിന് എന്താണ് ചെയ്തിരിക്കുന്നത്? സീലിംഗ് നമ്മൾ സാധാരണ ജിപ്സം സീലിംഗ് ആയിരിക്കുന്നത്. പക്ഷേ സീലിംഗ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ഓടല്ലേ, ഓടിന് എന്തെങ്കിലും ലീക്ക് വരികയാണെങ്കിൽ അത് ജിപ്സത്തിനെ ബാധിക്കാണ്ടിരിക്കാൻ മേലെ ഫുള്ള് പ്ലാസ്റ്റിക്കിന്റെ
ഷീറ്റ് നല്ല കട്ടിയുള്ള ഷീറ്റ് ഒട്ടിച്ചിട്ടാണ് അങ്ങനെ ചെയ്തല്ലേ? ചെയ്തത്. അത് നമ്മൾ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ബൈജു എന്ന് പറഞ്ഞ ഒരാളാണ് സീലിംഗ് ചെയ്തത്. അപ്പോൾ അവരോട് ഞാൻ ഈ ഐഡിയ പറഞ്ഞാൽ അവർ നല്ലോണം സഹായിച്ച് നമ്മൾ തന്നെ പേപ്പറിലും കൊണ്ട് നമ്മളെ ഒട്ടിച്ച് കൊടുത്തിട്ട് പിന്നെ അതിന് ശേഷം അവർ ഫിക്സ് ചെയ്യണം. അതുകൊണ്ട് അഥവാ ഒരു ലീക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ലീക്ക് ഒന്നും വന്നാൽ ഒന്നും പിന്നെ പ്രശ്നം വരില്ല. ശരിക്കും ജിപ്സത്തിന് ചെറിയൊരു ലീക്ക് മതി. ജിപ്സം സാധാരണ രീതിയിൽ ഞാനത് സിമെന്റ് ബോർഡ് ചെയ്യാൻ വിചാരിച്ചത്. പക്ഷെ സിമെന്റ് ബോർഡിലുള്ള പ്രശ്നം വെച്ചാൽ കുറെ കഴിയുമ്പോൾ വി ബോർഡ് ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ ഗ്യാപ്പ് വരും. അതൊരിക്കൽ ആ ജോയിന്റ് അതുപോലെ ഇതുപോലെ നിൽക്കൂല. അത് ചൂട് കൊണ്ടുമ്പോൾ ഇതായിട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ തന്നെ ചെയ്തത്. പക്ഷെ അതിന് ഈ ഐഡിയ ചെയ്തത് അതുകൊണ്ടാണ്. ഫുള്ള് മേലെ പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. പിന്നെ ഭാര്യനെ ഒന്ന് പരിചയപ്പെടുത്തി. ഇത് വൈഫ് അജിത. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീട്? സ്റ്റാർട്ടിംഗ് ഇഷ്ടമല്ല പറഞ്ഞല്ലോ. ഇപ്പൊ കണ്ടേരെ നല്ലൊരു ഇതായല്ലേ? ഫിനിഷാരാണ് അതിന്റെ. നല്ല സന്തോഷമായി. നിങ്ങൾക്ക് ആദ്യം അത് അറിയുന്നോണ്ട് നിങ്ങൾ ആ രീതിയിൽ തന്നെ പോയതല്ലേ? പിന്നെ ടൈലിങ്ങിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ടൈലിംഗ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 പാറ്റേൺ ആയിട്ടാണ് ചെയ്തത്. ഇതെന്താ വെച്ചാല് ആക്ച്വലി നമ്മൾ ഇത് കാവി ചെയ്യാൻ റെഡ് ഓക്സൈഡ് പണ്ടത്തെ കാവിയില്ലേ, കാവി ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഐഡിയ. പക്ഷെ കാവി ഇപ്പൊ ചെയ്യുന്ന ആൾ പഴയ പോലെ ചെയ്യുന്ന ആൾക്കാരില്ല. ഇപ്പൊ നമ്മളെ തറവാട്ടില് 80-90 വർഷം മുമ്പ് ചെയ്തതാ. ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ അത് കറുപ്പാണ്, ചെറ്റക്കരി അരച്ചിട്ട് ചെയ്തത്. അതുപോലെ റെഡ് ഓക്സൈഡ് ഉണ്ട് വീട്ടിൽ. അപ്പൊ റെഡ് ഓക്സൈഡ് ചെയ്യാന്നുള്ള ഒരു, അതായത് വെളിയിൽ കല്ലിന്റെ ഫിനിഷ് ആയതുകൊണ്ട് അതിന് മാച്ചിങ്ങിൽ റെഡ് ഓക്സൈഡ് ചെയ്യാന്ന് വിചാരിച്ചിന്. പക്ഷെ റെഡ് ഓക്സൈഡിന്റെ പണിയെടുക്കുന്ന ആൾക്കാരെ ഇപ്പൊ കിട്ടാനില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ടെറാക്കോട്ട കളർ സെലക്ട് ചെയ്ത് പാത്തുക പോലെ ഇങ്ങനെ നടുമുറ്റത്തിന് ചുറ്റും അതുപോലെ അവിടുത്തെ വരെയും ചെയ്തു. പിന്നെ ചങ്ങായിമാരെ ഈ വീടിന് വേറൊരു പ്രത്യേകതയുള്ള, ഞാൻ ഇൻട്രോ പറയുമ്പോൾ പറയാൻ മറന്നുപോയത് കേട്ടോ, നടുമുറ്റം ഉണ്ട് കേട്ടോ ഇതിന്. ഈ നടുമുറ്റത്തിന്റെ കൺസെപ്റ്റ് നടുമുറ്റം നമ്മൾ ആദ്യമേ തീരുമാനിച്ചതാണ്. പക്ഷെ ഇത് കുറച്ച് ചെറുതായി പോയി. കാരണം നമുക്ക് അങ്ങോട്ട് സ്പേസ് ഇല്ല, അപ്പുറത്ത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ചെറുതായി. ഇനിയിപ്പോൾ ഇതിൽ ഗ്രാസ് വെക്കാനുണ്ട്, കുറച്ച് വർക്കുകൾ. പിന്നെ ഇതിന്റെ വെള്ളം എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്. വെള്ളം ഇത് ആ വെള്ളം മുഴുവൻ ഈ പൈപ്പിലെ കൂടെ വന്നിട്ട് ഇതിലൂടെ കൂടെ പോകും. ഇത് നമ്മൾ നേരത്തെ, അതായത് തറ കിട്ടുന്നതിന് മുമ്പേ തന്നെ ഈ പൈപ്പ് ഇട്ടിട്ട് ഇതിന്റെ എൻഡ് വന്നിട്ട് നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെയല്ലേ? അപ്പൊ ഈ ഓടിന്ന് വരുന്ന വെള്ളം മുഴുവൻ ഇതിനകത്ത് കൂടി പോകും. പിന്നെ എക്സ്ട്രാ വരുന്ന കുറച്ച് വെള്ളം ഉള്ളതാണ്, അതിനാണ് ഈ പൈപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. അപ്പൊ അത് ഫിനിഷ് ചെയ്തില്ല. ഗ്രാസ് വെക്കുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഗ്രേറ്റിംഗ് വെച്ച് പേബിൾസ് ഇടാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ പിന്നെ ശക്തമായ ഒരു ഡൗട്ട് ചോദിക്കുന്നത്, ശക്തമായ മഴയൊക്കെ വരുമ്പോൾ എന്തായാലും ചെറിയൊരു കുറച്ച് തുള്ളികൾ വെള്ളം എന്തായാലും കുറച്ച് വീഴും. ഡയറക്റ്റ് വെള്ളം വീഴും. ആ വെള്ളം പോകാനാണ് ഈ പൈപ്പ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിന് ഫിനിഷ് ആക്കിയിട്ടില്ല. കട്ട് ചെയ്ത് ഇതിന്, അതായത് ഫുള്ള് ഗ്രാസ് പിടിപ്പിച്ചാകുമ്പോൾ ഈ മൂലയിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുക. അപ്പൊ അതിൽ ഗ്രേറ്റിംഗ് വെച്ചിട്ട് പിന്നെ അതിനുപോലെ പേബിൾസ് ഇട്ടിട്ട് വെള്ളം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ ഇത് മഴ പെയ്യുമ്പോൾ ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ പെയ്തിരുന്നല്ലോ, അപ്പൊ വരുന്നുണ്ടോ, ഉള്ളിലേക്ക് വരുന്നുണ്ടോ? കുറച്ച് ചെറിയ, അതങ്ങ് ഭൂമിയിൽ അങ്ങ് ഇറങ്ങിപ്പോ. ഇത് നമുക്ക് 2017 MSMEന്റെ ഒരു അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്ത നമ്മുടെ കമ്പനി, ബാംഗ്ലൂരുള്ള. സ്വന്തമായിട്ടുള്ള കമ്പനിയാണോ? അതെ, നമ്മുടെ തന്നെ, വേറെ ആരുമില്ല. അപ്പൊ അത് എന്താണ് ശരിക്കും? കൺസ്ട്രക്ഷനും ഇന്റീരിയറും. ഇന്റീരിയർ നിങ്ങൾ കൂടുതലും? രണ്ടും ഉണ്ട്. കൺസ്ട്രക്ഷനാണ് കിട്ടിയും കൂടുതൽ ഇന്റീരിയർ അല്ല, പക്ഷെങ്കിൽ കൺസ്ട്രക്ഷനും ഉണ്ട്. എന്നിട്ട് അതിന് അതിലെന്താ കിട്ടിയ അവാർഡ്? അല്ല, അത് നോമിനേഷനാണ്. അതിൽ 5000 കമ്പനീസ് ഇതിനാണ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു നോമിനേഷൻ നമുക്ക് കിട്ടിയില്ലേ? ഇന്ത്യയിലുള്ള മൊത്തം കമ്പനീൻ്റെ അകത്തല്ലേ. ഇതിൻ്റെ ഒരു ഫ്രണ്ട്, കണ്ണൂരിനുള്ളൊരു ഫ്രണ്ട് ആണ് രാഖി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫ്രണ്ടാണ്. ഇത് പിന്നെ എൻ്റെ ആദ്യത്തെ വൈഫാണ്, ഇപ്പോൾ ഇല്ല. അത് ആരാണ്? ഇത് അച്ഛനാണ്. അച്ഛനല്ലേ? അച്ഛൻ നിങ്ങളെക്കാട്ടും ചെറുപ്പമാണല്ലോ. അച്ഛൻ പഴയ പിന്നെ വിമോചന സമര പോരാളിയൊക്കെയാ. കതർ മാത്രമേ ധരിക്കൂ. ഇനി മാസ്റ്റർ ബെഡ്റൂം ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരിക്കലും കൂടെ കാണുമോ? ഇത് മാസ്റ്റർ ബെഡ്റൂം ഇങ്ങനെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. ഇതൊരു ബെഡ് ബോക്സ് ആണ് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് ഒരു ചെറിയ മിനി ലോറി കൊള്ളുന്ന സാധനങ്ങളും ഉള്ളൂ ഇതിൽ. ഉള്ളിൽ വലിയ സ്റ്റോറേജാണ്. പിന്നെ ഇതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ ഉണ്ട്. ഇത് ഒരു സ്പെഷ്യൽ പരിപാടിയായിട്ട് ചെയ്തതാണ്. ഇതൊരു ബാത്റൂം. പിന്നെ ഇവിടുന്ന് ഒരു കോർട്ടിയാണ് ഉണ്ട് ഇങ്ങോട്ടേക്ക്. ഈ ഡോർ അടച്ചാലേ കാണും. ഇത് അടച്ചിട്ടിങ്ങനെയായിരുന്നു.
ഇതും ഫുൾ ഫിനിഷ് ആയിട്ടില്ല കേട്ടോ. ആ ഇതിൻ്റെ അകത്ത് ബേർഡ്സിനെ സെറ്റ് ചെയ്യേണ്ട പരിപാടിയാണ്. ചെടികളെല്ലാം കംപ്ലീറ്റ് ഫുള്ളായിട്ട്. അല്ലേ? ആ, മേലെ ഗ്ലാസ് ആണ് കേട്ടോ, ടഫൻ ഗ്ലാസ്. അത് ഇട്ടില്ല അല്ലേ? ഇല്ല ഇട്ടില്ല, അത് ഓർഡർ ചെയ്തേരും വന്നില്ല. ഇതിനകത്ത് എന്ത് പക്ഷികൾ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ നമ്മളെ ചെറിയ പിഞ്ചസ് എന്ന് പറയുന്നത് അതിനാണല്ലേ? അതിന് പിഞ്ചസിന്റെ കൂടെ വേറെ ഒന്നിനും ഇടാനും പറ്റൂല. ഇല്ല, എല്ലാവരും ഉപദ്രവിക്കും. ഇത് മരത്തിൽ കാണുന്നതാണോ അല്ലെങ്കിൽ ഓർക്കിഡ് മേടിച്ചാണോ? ഇത് നമ്മളെ ഇതില്ലേ ഫോക്സ് ടെയിൽ എന്ന് പറയുന്നത്, മരത്തിന്റെ വില നാട്ടിലെല്ലാം മരത്തിന്റെ വില ഉണ്ടാവുന്ന ആ സാധനമാണ്. അത് നല്ല പൂണ്ടാവും. ഇതിപ്പോ മുട്ടിടാൻ തുടങ്ങിയല്ലോ. ക്ഷീണം പിടിച്ചവരാ. പിന്നെ ഈ ഡോറിനൊരു പ്രത്യേകത, ഇത് ലൂവേഴ്സ് ഡോർ എന്ന് പറയാം. ഇത് പണി കഴിഞ്ഞില്ല. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നത്. കണ്ടോ, ഇതിങ്ങനെ തുറക്കാൻ പറ്റില്ല. ഇത് ആന്റിക് സാധനമാണ്. അതേ ഡോറിനാണ് ഇതിനുള്ള ഉപയോഗിച്ചത്. പക്ഷേ ഇതെല്ലാം നമ്മൾ പക്ഷേ ബാത്റൂമിന്റെ ഡോർ ആയതുകൊണ്ട് ഓപ്പൺ ആക്കാണ്ട് ക്ലോസ് ചെയ്ത രീതിയിലാക്കി. ഇതൊക്കെ അപ്പോ നിങ്ങൾ ഇവിടുന്ന് ചെയ്യിപ്പിച്ചാണോ അല്ലെങ്കിൽ? അല്ല, ഇതെല്ലാം ഞാൻ ഈ ഡോറിലാണ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന. എന്നിട്ട് പിന്നെ ഇവിടെ ഫിക്സ് ചെയ്ത. അതൊന്നും ഇപ്പൊ ഇങ്ങനത്തെ ഡോറൊന്നും ഇപ്പൊ ആരും ഉണ്ടാക്കുന്നില്ല. അത് ഭയങ്കര പണിയാണ്. ഇതൊരു ഫ്രഞ്ച് വിൻഡോന്റെ ഐഡിയയിൽ കൊടുത്തതാണ്, ഡോർ കം വിൻഡോ എന്നുള്ള പോലെ. പക്ഷെ ഇതൊരു സ്റ്റഡി റൂം, കുറച്ച് വെളിച്ചം നല്ല രീതിയിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു സ്റ്റഡി റൂമാണ്. പിന്നെ ആരെങ്കിലും ഒരു ഗസ്റ്റോ മറ്റും വന്നാല് താമസിക്കാനല്ലേ? അതെ. ഇവർ രണ്ടാളും ഇരുന്ന പഠിക്കല് അങ്ങനെ ഒരു ഇരുന്ന് പഠിത്തതൊന്നുമല്ല, എല്ലാം ക്ലാസ്സിൽ നിന്ന് തലയിലാക്കിട്ട് വരുത്താം രണ്ടാളും. നേരത്തെ വണ്ടി അതിവരെ ചെറിയ കുട്ടിയായിട്ടുള്ള സമയത്തല്ലേ. BM ആണല്ലോ, അടിപൊളി. ഇതാണ് നമ്മളെ ഡൈനിങ്. ഇതിൽ ഒരു ക്രോക്കറി യൂണിറ്റ് പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട് പീസായിട്ട് തന്നെ ചെയ്യാം. ഇത് സെപ്പറേറ്റും അത് സെപ്പറേറ്റും എന്നുള്ള രീതി തന്നെ ചെയ്യാം. ഇത് വേണമെങ്കിൽ നമുക്ക് പാനലിംഗ് ചെയ്തിട്ട് ഒരു പീസാക്കി മാറ്റാം. ഇതൊക്കെ ഇവിടുന്ന് ചെയ്താ? ഇത് ഇവിടുന്ന് ചെയ്തതാ. ചെയ്യിപ്പിച്ചല്ലേ? ഇത് ഇവിടുന്ന് ചെയ്തല്ലേ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ചേട്ടാ. പിന്നെ ഡൈനിങ് സ്പേസിൽ നമ്മൾ ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇന്ത്യൻ ക്ലോസറ്റാണ്. ചെറിയൊരു വാഷ് ബേസിനും ഇവിടെ ഇങ്ങനെ കൊടുത്ത്. പിന്നെ ഇത് വാഷ് ബേസിനാണ്. ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം വുഡ് തന്നെയാ? ഇത് വുഡല്ല, പ്ലൈവുഡും വിത്ത് വെനീറാണ്. ഇത് പിന്നെ MDF ചെയ്ത. പക്ഷെ ഇത് ഇതുപോലെ തന്നെ പോളിഷ് ചെയ്യാണ്ട് സീൽഡ് അടിച്ച് വെച്ചിരിക്കുക. സാധാരണ രീതിയിൽ ചില ആൾക്കാർ പറയും ഈ MDF ചെയ്ത് കഴിഞ്ഞാൽ പൂപ്പ് വരും കുറച്ച് കഴിയുമ്പോൾ, മഴ സീസണിലെ. പക്ഷെ അങ്ങനെ വരില്ല. ഇത് ശരിക്കും സീലർ, ഞാൻ പറഞ്ഞ പോലെ ആദ്യം 2-3 പ്രാവശ്യമായിട്ട് ചെയ്തു നോക്കുക. എന്നിട്ട് പിന്നെ അത് ഫുള്ള് ഡ്രൈ ആയതിനു ശേഷം മെലാബൻ പോളിഷോ അല്ലെങ്കിൽ സ്പ്രേ പോളിഷോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പോലെ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. ഇതാണ് നമ്മുടെ കിച്ചൺ. മെറ്റീരിയൽ ഇതും പിന്നെ ഉള്ളിൽ കംപ്ലീറ്റ് ഫെറോ ബോർഡ്, അതായത് വി ബോർഡാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെളിയിൽ ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്, വാട്ടർ പ്രൂഫ് MDF ആണത്. അപ്പോൾ ഇതും ഇതുപോലെ സീലടിച്ച് വെച്ചിരിക്കുക, പോളിഷ് ചെയ്തില്ല. അതിന്റെ ഫിനിഷിങ് ചെയ്തില്ല, കാരണം അത് 2-3 പ്രാവശ്യം ചെയ്തിട്ട് ഫിനിഷായി കഴിഞ്ഞിട്ട് മാത്രമേ അതിന്റെ ഫുള്ള് ഡ്രൈ ആയി കഴിഞ്ഞാൽ മാത്രം. ഇത് പിന്നെ ഒരു ഹൈലൈറ്റ് പോലെ ചെമ്മിന് വരുന്ന ഏരിയയില് ഒരു ഹൈലൈറ്റ് പോലെ കൊടുത്തു. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഒരു മെഴുക്ക് പോലെ പിടിക്കുമല്ലേ? ഇല്ല, അത് ക്ലീൻ ചെയ്യാം, ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അടിച്ചോണ്ട് കുറച്ചുകൂടി നല്ലതായിരിക്കും അല്ലേ? അല്ല, ഇതിപ്പം ചിമ്മിനി വെച്ചോണ്ട് നമുക്ക് അങ്ങനെ അത്ര വലിയ പ്രശ്നം വരില്ല. ഇതിപ്പോ ഫാന് നമ്മൾ ഉപയോഗിക്കും.
കുക്കിംഗ് ചെയ്യുമ്പോൾ എല്ലാം സക്ക് ചെയ്ത് വെളിയിലേക്ക് പോകും. അത് കൂടുതലും ഓയിൽ ഫുഡ്, അതായത് ഇറച്ചി മീനൊക്കെ വെക്കുമ്പോൾ പൊരിക്കുമ്പോൾ എല്ലാം നമ്മളത് ഉപയോഗിക്കാം. അവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട്. ഇത് പിന്നെ ചെറിയൊരു പാത്രം കഴുകാനുള്ള ഡബിൾ സിങ്ക് ആയിട്ട് വെച്ചിന്. ശരിക്കും ഇത്രേ ആവശ്യമുള്ളൂ അല്ലേ? എല്ലാരും ആർഭാടാക്കിട്ട് വലുതായിട്ട് അങ്ങനെ എടുക്കുന്നതല്ലേ? അല്ല, കൂടുതൽ വലുതായാലും അറിയാം, നമുക്ക് ക്ലീൻ ചെയ്യാനും അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് നാലാളല്ലേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ കൂടുതലാണ് ഒരു ഫാമിലിക്ക്. ഇത് ഓവനാണല്ലേ? അത് ഓവൻ വെക്കാണ്. ഇതെല്ലാം ഇലക്ട്രിക്കൽ അടക്കം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു പോയിന്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയില്ല. കാരണം ആദ്യമേ എന്തൊക്കെയാ എവിടേക്കാ വരുന്നത് പ്ലാൻ ചെയ്തുകൊണ്ട്. ഇതിപ്പോ ഗ്രില്ലും പിന്നെ ഇത് വെക്കാനുള്ള സ്ഥലമാണ്. എല്ലാവരും ഐഡിയൽ ചെയ്തോണ്ട് ആദ്യമേ കണക്കൂട്ടലോടുകൂടി ചെയ്തോണ്ട്. പിന്നെ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്ഥലം നമ്മൾ കുറച്ച് കൂടുതൽ കൊടുത്തത്. കാരണം എപ്പോഴെങ്കിലും ഇത് മാറ്റുന്നുണ്ടെങ്കിൽ ഇതിപ്പോ നേരത്തെ നമ്മളെടുത്ത കയ്യിലുള്ള ഫ്രിഡ്ജ് തന്നെയാണ്. അപ്പൊ കുറച്ചും കൂടെ ഹൈറ്റുള്ള ഫ്രിഡ്ജ് വെക്കുമ്പോഴും നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ ആ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചതാ. നാളെ ഫ്രിഡ്ജ് മാറ്റുമ്പോ പൊളിക്കേണ്ട പ്രശ്നം വരും. പിന്നെ കിച്ചൺ എന്തുണ്ട്? കിച്ചൺ നിങ്ങൾക്ക് സൗകര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? അടിപൊളി, നല്ല സൗകര്യമാണ്. കിച്ചന്റെ കളറൊക്കെ ആരാ സെലക്ട് ചെയ്തത്? നിങ്ങൾ തന്നെയാണോ? ഇല്ല, അല്ലേ വരണേ? ഞാനൊന്നിനുമില്ല. അപ്പൊ ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്? മട്ടന്നൂര്. അവിടുത്തെ വീടും ഇവിടുത്തെ വീടുമായിട്ട് മാറി വന്ന് നോക്കുമ്പോൾ നിങ്ങളെ എന്തുണ്ട് ആ ഒരു മനസ്സിന്റെ സന്തോഷവും കാര്യങ്ങളും? നല്ല സന്തോഷം. ഏകദേശം അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ വീട് എടുത്തതെന്നാണ് ഇവർ പറഞ്ഞത്. അതുമായിട്ട് ഏകദേശം മാച്ച് ചെയ്യുന്നുണ്ടോ? അതിനൊക്കെയാണ് ഇതാ മെച്ചം. അതെയാ, അത് പിന്നെ പഴയതാണല്ലോ അല്ലേ? അത് പഴയ മറ്റേ മാളിക വീട് എന്ന് പറയുന്ന മരത്തിന്റെ മനുഷ്യ ഒരുപാട് വർഷം പഴക്കമുണ്ടോ. അതിന്റെ റൂമൊന്നും ഇത്ര സൈസ് ഇല്ല. പക്ഷെ അതിനകത്ത് അങ്ങനത്തെ ഇപ്പൊ ആൾക്കാർ കുറെ ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. പണ്ടത്തെ ആ ഒരു ഇതിലേക്ക് പോകാൻ വേണ്ടി. അടുത്തതായിട്ട് ഇത് നമ്മളെ കുട്ടികളുടെ റൂമാണ്. ഈ റൂമിന് പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടുത്തെ ബാത്റൂം കാണൂല. ബാത്റൂം ഇതിനകത്താണ്, ഈ ഡോറിന്റെ പറകില. ഇങ്ങോട്ട് കയറി ഇത് വാതിൽ തുറന്ന് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് കാണുള്ളൂ. വേണ്ട, ഇത് നല്ല സൗകര്യം ഉണ്ടല്ലേ? ഇതിനകത്തും ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, 4 ബെഡ്റൂം ആയിരുന്നു. അപ്പോൾ ഒരു ബെഡ്റൂം ഒഴിവാക്കിയിട്ടാണ് ഇത് 2 ബാത്റൂം ആക്കി മാറ്റി. അപ്പോൾ പുറമേ ഉള്ള ബാത്റൂമിന്റെ സ്പേസ് ആണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി കോർട്ട്യാർഡ് ആക്കി മാറ്റി. അപ്പോൾ ടോട്ടൽ കൺസ്ട്രക്ഷൻ ഏരിയയിൽ മാറ്റം വരാണ്ട് ചെറിയ ചേഞ്ച് ആക്കിയതാണ്. പ്ലാനിൽ നേരത്തെ നമ്മൾ കണ്ട കോർട്ട്യാർഡ് 2 റൂമിന്റെയും ബാത്റൂമാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇതുപോലെ പ്ലാൻ മാറ്റിയതാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇതായിരിക്കും അല്ലേ? പെയിന്റിങ് അത് നമുക്ക് പിന്നെ സ്റ്റെൻസിൽ ഉണ്ട്. നമുക്ക് അതേപോലത്തെ ഡിസൈൻ കിട്ടും. അത് സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് റോൾ ചെയ്ത് മാത്രം മതി. അപ്പോൾ അത് ഇതിൽ പ്രിന്റ് ആയി വരും. കാണാൻ നല്ല രസമുണ്ടല്ലേ? അത് പല ഡിസൈനും കിട്ടും. നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓൺലൈനിൽ കിട്ടാൻ സാധനം. മിറർ ഫിക്സ് ചെയ്യുന്ന മിറർ. അതായത് സുമോജ് വരുന്ന അജിതന്റെ ചേച്ചീന്റെ മോൻ സുമോജ് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന നേരത്തെ നമുക്ക് ഇവിടുത്തെ പ്ലാനിന് എൻ്റെ ഐഡിയാസ് പ്രകാരം പ്ലാൻ വരക്കാൻ ആള് ശരിയാക്കിയതൊക്കെ സുമോജായിരുന്നു. അപ്പോൾ സുമോജിന് ജോലി കിട്ടിയിട്ട് ഗൾഫിൽ പോയപ്പോൾ ഈ നോൻപിന്റെ സമയത്ത് ഒരു 5 ദിവസം ലീവ് കിട്ടിയത്. അപ്പോൾ ആ ലീവുള്ള സമയത്ത് ഗൃഹപ്രവേശനം നടത്തണം എന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ നിന്നത്. അപ്പോൾ ഫുള്ള് പണി തീരാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ സമയത്തിനുള്ളിൽ പണി തീർക്കാനും പറ്റിയില്ല. പക്ഷെ സുമോജിനും പങ്കെടുക്കാൻ പറ്റിയ നമുക്ക് നല്ല സന്തോഷമായി. ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതെ, പുള്ളി ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം 5 ദിവസത്തെ ലീവ് എടുത്തിട്ട് വന്നു. അങ്ങനെ അതുകൊണ്ട് എല്ലാം ഭംഗിയായിട്ട് കുറച്ച് പണികൾ പെൻഡിങ് ആയി, അത് ഇനിയും ചെയ്യാന്നുള്ള ഐഡിയയിൽ. അന്നത്തെ ദിവസം നല്ല ദിവസമായിരുന്നു. മാർച്ച് 30 എന്ന് പറഞ്ഞാൽ ഉഗാദി. നമ്മളിവിടുത്തെ വിഷു പോലെയാണ് കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ ഉഗാദി എന്ന് പറയുന്നില്ല. അതായത് നമ്മുടെ വിഷു വിള ഉത്സവമാണല്ലോ, അതേ സെയിം ആണ് അവിടുത്തെ ഉഗാദി എന്ന് പറയുന്നത്. ആ ദിവസമാണ് നമുക്ക് ഗൃഹപ്രവേശനം നടന്നത്. ഇത് എന്നാണ് ഇതിനെ കൊണ്ടുള്ള ഗുണം?
ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നമ്മുടെ പണ്ടത്തെ കാലത്ത് വീടിന് അടിയിൽ ചൂട് അതായത് കൂടുതൽ ചൂട് വരാണ്ടിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പലകയോട് എന്നാ പറയാ. പലകയോട് വെച്ചിട്ട് അതിന്റെ മേലെ മറ്റേ സാധാരണ ഓട് വെക്കുക. അപ്പം മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അത് ഇതിന്റെ ചൂട് കുറക്കുക എന്നുള്ളതാണ്. ഇനി ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് ഒരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇവിടെയും വരാന്തേലും ഇത് ചെയ്തിട്ടുണ്ട്. ഇതിനപ്പോ ആ രീതിയിൽ തന്നെ പിന്നെ വെൽഡിങ് ചെയ്യേണ്ടി വരും അല്ലേ? ഇതിപ്പോ നമ്മള് ആദ്യം പ്ലാൻ ചെയ്തില്ല നമുക്ക് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ അളവിന് കണക്കായിട്ട് നമ്മൾ ചെയ്യണം, അല്ലെ പിന്നെ ചെയ്യാൻ പറ്റില്ല. വരാന്തയിലും അതേ സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്തത്. ഈ അക്വേറിയം ആരാണ് ഇതിന്റെ ഐഡിയല്ലോ? ഇത് സുമോജാണ് സെറ്റ് ചെയ്തതിന്. സുമോജിന് എൻ്റെ അവിടെ വീട്ടിലും ഇതുപോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള അക്വേറിയം ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നു അക്വേറിയം, അത് പുറത്തുണ്ട്. പുള്ളി പറഞ്ഞ് ഇതുപോലെ സെറ്റ് ചെയ്യാന്നിട്ട് അങ്ങനെ ചെയ്താ. ഇതിന് എത്ര ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റണ്ടേ? ഇതിന് വെള്ളമൊന്നും മാറ്റണ്ട. ഇപ്പൊ ഇത് എല്ലാ സമയത്തും ഫിൽറ്റർ ആവുന്നതുകൊണ്ട് വെള്ളം മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പൊ ഇതിന് കുറച്ച് വെള്ളം കുറയുമ്പോൾ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് കളഞ്ഞിട്ട് പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് കാലി ചെയ്യേണ്ട പ്രശ്നം വരുന്നില്ല. എന്തൊക്കെ ഉള്ളത്? എനിക്ക് ഇതിന്റെ അതിൽ ഗപ്പി ഉണ്ട്, പിന്നെ നിയോ ടെട്ര എന്ന് പറഞ്ഞിട്ടൊരു വയലറ്റ് കളർ. നമ്മളെ നേരത്തെ പിന്നെ ഇതിന്റെ ഏകദേശം ബഡ്ജറ്റ് ചോദിച്ചപ്പോ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. ഏകദേശം ഒരു 30 ലക്ഷം അതിൽ താഴെ ഉണ്ടാവുള്ളൂ. കാരണം ശരിക്കും സാധാരണ രീതിയിൽ ഇതുപോലെ ഒരു വീട് എടുക്കണമെങ്കിൽ ഒരു 40 ലക്ഷത്തിന് മേലോളം എന്തായാലും ചിലവ് വരും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ ഞാൻ കട്ട് ഷോട്ട് ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പഴയ ഓടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ ഓടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂരിൽ തന്നെയുള്ളൊരു വീട് പൊളിക്കുമ്പോൾ നല്ലൊരു പഴയ, അതായത് പണ്ടത്തെ റാണിമാർക്ക്, അതായത് ക്യൂൻ ബ്രാൻഡ് ഓട് ചെറിയ പൈസ കിട്ടിയായിരുന്നു. അപ്പോൾ അതൊരു കുറേ ഭാഗം പ്രോഫിറ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ മരങ്ങൾ കുറേ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. മരങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഡോറൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നെ. അതുപോലെ തന്നെ പുറത്തെ തൂണും ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നെ. അപ്പൊ ആ ഒരു സൈസിന് കണക്കായിട്ട് ഡോറിന് കണക്കായിട്ട് കട്ടില ആക്കിയതായിരിക്കും അല്ലേ? അത് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള സാധനത്തിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് അതിന് കണക്കായിട്ട് റെഡിയാക്കി എടുത്തതാണ്. പിന്നെ നല്ല ആശാരിമാരായിരുന്നു നമുക്ക് കിട്ടിയത്. ഇവിടെ തന്നെയുള്ള മുട്ടോളം പാറയുള്ള ബാബു എന്ന് പറഞ്ഞൊരു കാർപ്പൻ്റർ ആയിരുന്നു. ഇന്ന് വരാൻ പറഞ്ഞില്ല, പക്ഷെ അവർക്ക് എന്തോ തിരക്കുള്ളതുകൊണ്ട് വരാൻ പറ്റാണ്ടായി പറ്റ. പുള്ളിക്കാരനാണ് ഇവിടുത്തെ കാർപ്പൻ്റർ. എൻ്റെ ഐഡിയ പറഞ്ഞു കൊടുത്തപ്പോഴെല്ലാം വളരെ ഭംഗിയിൽ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടും നല്ല രീതിയിൽ പുള്ളി ചെയ്തിന്, എക്സിക്യൂട്ട് ചെയ്തിന്. അതുപോലെ എല്ലാ പണിക്കാരും, കല്ലിൻ്റെ പണിക്കാരനും നമ്മുടെ മട്ടന്നൂരുള്ള പിന്നെ വിനു എന്ന് പറഞ്ഞിട്ടാണ്. മട്ടന്നൂർ നമ്മുടെ മോസ്റ്റൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഉള്ള ഒരു മേസ്ത്രിയാണ്. പുള്ളിയും നല്ല നീറ്റായിട്ട് ചെയ്തന്ന്. പ്ലാസ്റ്റിങ് ചെയ്തതും ഇവിടെ അടുത്തുള്ള ആളാണ്. ഇലക്ട്രിക്കൽ ചെയ്ത് നമ്മൾ തൊട്ടടുത്ത അയൽവാസിയാണ്. പുള്ളി വരാമെന്ന് തന്നെ, പുള്ളിനെ കാണുന്നില്ല. അങ്ങനെ എല്ലാം ഈ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്തത്. പിന്നെ അപ്പോൾ ഈ പഴയ സാധനം ഒരു പുതിയ വീടെടുക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ എത്രാണ്ട് ശരിക്കും വിജയിപ്പിക്കാൻ പറ്റൂ? ഇല്ല, അതിൽ പിന്നെ നമ്മൾ പ്ലാൻ അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു കാലം പോലും വേസ്റ്റ് ആവാണ്ട് കംപ്ലീറ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ആ പ്ലാൻ അനുസരിച്ച് പോകണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിലവാന്ന് വെച്ചാൽ മരത്തിനാണ്. ഇപ്പോൾ പല ആൾക്കാരും ഇപ്പം വീട്ടിൽ മരമില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന 2-3 ലക്ഷം രൂപയ്ക്ക് മേലെ വാങ്ങിക്കാൻ തന്നെ വേണം. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു പൈസ മരപ്പണിക്ക് പോകും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പഴയ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കക്കൂസിൻ്റെ ഒക്കെ ഡോറ്, ബാത്റൂമിൻ്റെ ഒക്കെ ഡോർ എന്ന് പറഞ്ഞാൽ ലൂവേഴ്സ് ഡോറ്. അത് ഇന്നുണ്ടാക്കണമെങ്കിൽ ചുരുങ്ങിയൊരു ഡോറിന് 10-15 ഉറുപ്പിക്ക് മേലെ വെക്കും. കാരണം പണിക്കൂലിയും ഓപ്പൺ ഞാൻ കാണിച്ചു തന്നില്ലേ. അത് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന. പക്ഷേങ്കിൽ അതും അത്ര കോസ്റ്റ് ആയിട്ടില്ല. അതുപോലെ നമ്മൾ കയറി വരുമ്പോൾ കണ്ടല്ലോ 2 സൈഡുള്ള പിന്നെ തൂണല്ല, തൂണ് പിന്നെ അത് ശരിക്കും ഒറിജിനൽ വീട്ടിയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് തന്നെ ശരിയായ വീട്ടി കാതലാണ് വീട്ടി. അതും ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നെ. പിന്നെ പാനലിങ്ങും മറ്റുള്ള മരത്തിൽ നമ്മളെ മഹാഗണി നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു. മഹാഗണി ഇപ്പം നമ്മുടെ നാട്ടിലാരും അങ്ങനെ ഇടുന്ന ആൾക്കാർ ഉപയോഗിക്കില്ല. പക്ഷേ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ മഹാഗണി ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ. ഇവിടെ ഒരു മഹാഗണിനോടൊരു സെക്കൻഡ് ഗ്രേഡ് മരം പോലെ അത്. പക്ഷെ അതല്ല, എനിക്ക് നല്ല മരം തന്നെയാണ്. എനിക്ക് 1-2 സംശയങ്ങളുണ്ട്. ഓക്കെ. പിന്നെ ഒരു വീടിൻ്റെ തറയോട് ചേർന്നിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് എത്ര കണ്ട് ഒരു സേഫായ കാര്യമാണ്? കാരണം വീടിൻ്റെ തറയിലേക്ക് വെള്ളം എടുക്കുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. അതിനെന്തെങ്കിലും നിങ്ങൾ മുൻകരുതൽ എടുത്തിട്ടുണ്ടോ? ഇത് ശരിക്ക് ഈ പോണ്ട് എന്ന് പറയുന്നത് ആ അടിവശത്ത് കാണുന്ന ഭാഗമില്ലേ, അത് ഫൈബറാണ്. ഫൈബർ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞൊരു ഇതാണ്. അല്ല, ഞാൻ പറഞ്ഞത് അതെന്താ സംഭവം വെച്ചാൽ നമ്മുടെ ബാത്ത് ടബാണത്. അപ്പം നമ്മളതും ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പം അതിൻ്റെ പുറത്തുള്ള ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ട് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടാണ്
ഈ സിമെന്റ് പ്ലാസ്റ്റർ ചെയ്ത് ടൈൽ ഒട്ടിച്ചിരിക്കുന്നത്. ആ അപ്പോൾ അതുകൂടാണ്ട് ഈ ജോയിന്റ് എല്ലാം നമ്മൾ സിലിക്കോൺ സീലന്റ് വെച്ചിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും വെള്ളം അങ്ങോട്ടേക്ക് പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അത് കംപ്ലീറ്റ് എത്ര വെള്ളം കെട്ടി കിടന്നാലും ചുമരായിട്ട് ബന്ധമില്ല അതിന്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മഴ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ പെയ്യും. ഏകദേശം മഴക്കാലം ആകാറായി. അപ്പൊ ഇതിൽ മഴ പെയ്താല് വെള്ളം ഓവർഫ്ലോ ആയിട്ട് അങ്ങ് പോയി കളയും. അത് എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങൾ ഇതെന്താ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? മഴവെള്ളം പ്രത്യേകിച്ച് ഓടുമ്പോൾ മഴവെള്ളം വീഴുമ്പോൾ അത് ഓവർഫ്ലോ ചെയ്യും. പക്ഷെ നമ്മൾ ഇതിനെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിനകത്തൊരു ഫിൽട്ടർ ഫിക്സ് ചെയ്യാണ്ട് ഒരു മോട്ടർ. അപ്പോൾ അതിനൊരു ടൈമറുണ്ട്. ആ ടൈമർ വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റിൽ മേലെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതങ്ങ് പമ്പ് ചെയ്ത് പോകും. അപ്പോൾ എത്ര മഴ പെയ്താലും വെള്ളം പുറത്തേക്ക് ഈ ഓവർഫ്ലോ ആയി പോകില്ല. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇനി വന്നില്ല. അത് ഉണ്ടായി കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്ത് ഈ പായലില്ലേ, ഈ പായലൊന്നും ഉണ്ടല്ലോ, വെള്ളം കംപ്ലീറ്റ് നല്ല നീറ്റായിട്ടിരിക്കുക. അപ്പോൾ അത് വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ടൈമർ, ഇപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഏത് സമയത്താണ് മഴ പെയ്യുന്നത്, ആ മഴേൻ്റെ ഇത് വരുമ്പോൾ ഒരു ലിമിറ്റിൽ കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പമ്പ് ചെയ്ത് പുറത്തേക്ക് പോകും. അപ്പോൾ ഓവർഫ്ലോ വരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. നമ്മളെ ചില വീടുകളിലൊക്കെ ടാങ്കിൽ അതേപോലെ തന്നെ ആ സെറ്റപ്പ്, അതുപോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇതിനത്ര വലിയ കോസ്റ്റ് ഒന്നും ആയില്ല, കാണുമ്പോൾ ഭയങ്കര കോസ്റ്റ് ഒന്നും ആയിരിക്കുന്നില്ലേ. ശരിക്കും ഈ ഒരു ഈ ടാങ്ക് ഉള്ളിലുള്ള ടബിന്റെ ഏരിയ ആയിട്ട് വരുന്ന ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് കാണുമ്പോഴേക്കും കുറെ ആൾക്കാർക്ക് ഇത്രയും പൈസ ചെലവ് ചെയ്തിട്ടാണ് ഇത് ചെയ്തെന്നൊക്കെ ഉള്ളത്. അതിന് ഉപയോഗിക്കുന്ന ടൈൽസും വളരെ കോസ്റ്റ് കുറഞ്ഞ ഗ്ലേസ് ടൈൽസാണ്. അപ്പൊ ഇത് വെള്ളം മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഇല്ല, ആ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഡെയിലി ഒരു 5 മിനിറ്റ് നമ്മൾ മോട്ടറിന്ന് പൈപ്പ് ഇട്ടിട്ട് വെള്ളം അടിച്ചു കൊടുക്കും. കാരണം നല്ല ചൂടായതുകൊണ്ട് കുറച്ച് വെള്ളം എന്തായാലും വറ്റിപ്പോവും. ആ വെള്ളം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. ഇത് അപ്പു നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാബ്രിക്കേഷൻ്റെ വർക്ക് ആദ്യം ചെയ്തത്, അതായത് മെറ്റൽ ഫാബ്രിക്കേഷൻ ചെയ്തത് പിന്നെ മട്ടന്നൂരിലുള്ളൊരു ബൈജു എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്, നമ്മളെ പരിചയക്കാരൻ തന്നെ. പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സൗന്ദര്യപ്പണക്കം പോലെ അങ്ങനെ വിട്ടിട്ട് മാറിപ്പോയി. പിന്നെ അതിനുശേഷം എല്ലാ വർക്കും ചെയ്തത് അപ്പുവാ. നമ്മൾ ഈ ഫെൻസ് ചെയ്തതും ഇത് ചെയ്തും പിന്നെ കാർ പോസ്റ്റ് ചെയ്തതും അവന് ഈ മുഖപ്പലേൻ്റെ ഈ ഡിസൈൻ ചെയ്തില്ലേ മേലത്തെ, അതെല്ലാം ചെയ്തത് അപ്പുവാ. ഞാൻ പറഞ്ഞു ഡിസൈൻ, ഞാൻ പറഞ്ഞു അപ്പു ശരിക്കും വെൽഡറുമാണ്, പെയിന്ററാണ്, ഓൾ ഇൻ ഓൾ. അതെല്ലാ വർക്കും എല്ലാ വർക്കും അറിയാം. നാട്ടില് തിരുവനന്തപുരത്താണ്. ഇവിടെയല്ല അല്ലല്ല, നമ്മളിവിടെ യാദൃശ്യമായിട്ട് വന്നു വിട്ടോ. ഇപ്പം നമ്മളൊരു അംഗത്തിനെ പോലെ, വീട്ടിലെ പോലെ. അതെ, എല്ലാ വർക്കും നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് ചെയ്യും. ചിലപ്പോൾ അതിൻ്റെ അടുത്ത് വർക്കും കിട്ടുമേ, അത് വേറെ ആയിരിക്കും. അശോകേട്ടാ, പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീടിന്റെ വീഡിയോ എന്തായാലും കാണുമ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും ചെയ്യാനൊരു ആഗ്രഹം തോന്നാൻ സാധ്യതയുണ്ട്. ഒരാൾക്കല്ല, ഒരുപാട് ആൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ എന്താണ് ശരിക്കും ചെയ്യുന്നത്? അതുപോലെ ഇതുപോലത്തെ ഇതിന്റെ പ്ലാന് വരച്ചു കൊടുക്കുന്നുണ്ടോ? എനിക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷേ എനിക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേറെ ഇവിടെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ എന്തായാലും സഹായം വേണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ പ്ലാൻ വരച്ചത് നിഖിൽ എന്ന് പറഞ്ഞ സുമോജിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ പക്ഷേ അതിൻ്റെ ഐഡിയാസും ആ പ്ലാൻ ഞാൻ ശരിക്കും വരച്ചു കൊടുത്തിട്ടാണ് പുള്ളി അതുപോലെ ചെയ്യും. ഞാൻ ആദ്യം നേരത്തെ ഒരു പ്ലാൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്ലാന് പ്രകാരമാണ് പുള്ളി ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് പഞ്ചായത്തിൽ നിന്നുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത്. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഇപ്പം തന്നെ ഇവിടെ നമ്മളെ ഗൃഹപ്രവേശത്തിൻ്റെ മുമ്പേ ആയിട്ട് ഒരു ഫാമിലി ഇതിൽ പോകുമ്പോൾ അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വീട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് ഇങ്ങനെ ഒരു വീട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോഴിക്കോടുള്ള ഒരാൾ അതുപോലെ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ അന്നേരം നേരത്തെ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പണി തീരുന്നതിന് മുമ്പേ. അപ്പോൾ അത് കണ്ടിട്ട് പുള്ളി ഗൾഫിലാണ്, പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അടുത്ത മാസം വരുന്നുണ്ട്. അപ്പോൾ കാണാൻ വന്നിട്ടാകുമ്പോൾ നാട്ടിൽ വന്നിട്ടാകുമ്പോൾ ഇവിടെ വരും. അപ്പോൾ ഇതുപോലെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഏതെങ്കിലും ഒരു വർക്ക് ഇതുപോലെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ? പറഞ്ഞിട്ടിങ്ങനെ ആൾക്കാർ ഇവിടുന്ന് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്. ബാംഗ്ലൂർ ഞങ്ങൾ ഇതുപോലെ ഒരുപാട് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാംഗ്ലൂർ മറ്റെല്ലാം മരത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളെ പഴയ ആ രീതിയിൽ മച്ചും ഇതെല്ലാം ആയിട്ടുള്ള വീടുകൾ ബാംഗ്ലൂർ കുറേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ബാംഗ്ലൂർ ചെയ്യുന്നുണ്ട്, പഴയ നമ്മുടെ നാട്ടിലെ തറവാട് പോലെ അവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇനിയിപ്പം ഞങ്ങൾ വന്നിട്ട് അത്രയല്ലേ ആയിട്ടുള്ളൂ. ആൾക്കാർ അറിഞ്ഞു വരുന്നില്ല എൻ്റെ പ്രൊഫഷൻ എന്നൊന്നും അധികം ആൾക്കാർക്കൊന്നും അറിയില്ല. അപ്പോൾ ഇപ്പം നാട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇനി തുടങ്ങണം. ബാംഗ്ലൂർ വീണ്ടും വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെ. ഞാൻ വന്നപ്പോഴേ ഒരു കാര്യം ശ്രദ്ധിച്ചതാണ്, മുടി. ഇവരുടെ മുടി
ശ്രദ്ധിച്ചതാണ്. കാരണം നമ്മൾ ഇതുമായിട്ട് ഭയങ്കര ക്രേസില്ല മുടിയോട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇത് എന്തെങ്കിലും എണ്ണ തേച്ചിട്ടാണോ അല്ലെ പാരമ്പര്യം? ആ, ഇതിലും കൂടുതലുണ്ടായിരുന്നു. ഇതേ മുറിച്ചാലുണ്ടായിരുന്നു. ആ, കുറച്ച് ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാപ്പല്ലേ? ആ, അല്ല അങ്ങനെയല്ല, ഇത് ഇത്രയും നീട്ടത്തിലേ നടക്കലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. പിന്നെ സ്ത്രീകൾക്കത് പരിചയമുള്ള ഒരു ഇതായിരിക്കുമല്ലോ. ഞാനും ഇതാ കുറച്ച് പുറം വരെ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മുറിച്ച് കൊടുത്തു. പക്ഷേ നമ്മൾ ആ ഒരു ഉദ്ദേശത്തിലാണല്ലോ വെച്ചത്, മുറിച്ച് കൊടുക്കാന്നുള്ള രീതിയിൽ. എന്നാ വാ. അങ്ങനെ പോയതാ. ഏതാ അബുദാബിയുള്ള അമ്പലല്ലേ? ആടെയൊക്കെ വരണം. അത് നല്ല എന്നെ കാണിക്കട്ടെ വീഡിയോയില്. വേറെ എന്നിട്ട് എന്തുണ്ട്? അമ്പലം എന്തുണ്ട്? നല്ലൊരു നല്ല ലുക്ക് ഉണ്ട്. ആ, അവരെ പരിപാടിയാ. വേറെ എന്താ പിന്നെ വിശേഷം? കുറച്ച് മതി കേട്ടോ. കറി മതി. ഇത് തേങ്ങ ഇറക്കാത്ത കറിയാണ്. നമ്മള് ഈ ഭാഗത്തെ സ്പെഷ്യൽ ആയിരിക്കും അല്ലേ? ഈ ഭാഗത്തെ സ്പെഷ്യൽ ആയിരിക്കും. അല്ലല്ല, ഇത് നമ്മളെ സ്പെഷ്യലാണ്. അങ്ങനെയല്ലേ? നമ്മൾ ഇത്ര സമയം സംസാരിച്ചല്ലോ. അതെ. അപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഈ പിന്നെ ചുമരിന് എന്നാണ് ഇത് തേപ്പല്ലല്ലോ എന്തായാലും? അല്ല. എന്നാണ് അതിന് വേണ്ടി ചെയ്തത്? ഇത് പിന്നെ നമ്മൾ സാധാരണ മഞ്ഞക്കല്ല്, നമുക്കിപ്പോൾ കണ്ണൂർ 2 തരത്തിലുള്ള കല്ല് കിട്ടുന്നുണ്ടല്ലോ, ചുവന്ന കല്ലും മഞ്ഞക്കല്ലും. അപ്പോൾ നമ്മളിത് മഞ്ഞക്കല്ല് പറഞ്ഞു വരുത്തിച്ചാണ്. തറ ചുവന്ന കല്ലിനെ കൊണ്ട് കേട്ടിന് തറ പ്ലാസ്റ്റർ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ മേലത്തെ ഭാഗം നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ മഡ് പ്ലാസ്റ്ററിങ് എന്ന് പറയും. അതായത് ചുവന്ന മണ്ണും സിമെൻറ്റും പിന്നൊരു കളറും ഒരു കെമിക്കലും ചേർത്തിട്ട് നമ്മൾ ആദ്യം അത് പുട്ടിപിളിനെ കൊണ്ട് പുട്ടിയിടുന്ന പോലെ കല്ലിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ട് ഒരു ദിവസം ഉണങ്ങാൻ വിടും. അടുത്ത ദിവസം ഗ്രൈൻഡ് ചെയ്ത് റെഡിയാക്കിയിട്ട് അതിന് മേലെ ക്ലിയർ അടിച്ചതാണ് ഇത് ഇപ്പോൾ കാണുന്നത്. ക്ലിയർ അടിച്ച പോലെ തോന്നുന്നില്ല. അത് ആ ഒരു പ്രത്യേക കളറിന്റെ ഒരു അതാർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. കുറെ ആൾ ചോദിച്ചിന്, നമ്മളൊരു ട്രേഡ് സീക്രട്ട് എല്ലാം ഡിസ്ക്ലോസ് ചെയ്യുന്നത് ശരി. അല്ല പിന്നെ ഇതിന് മുന്നിലത്തെ ഒരു ഡിസൈൻ ഒരു വൈറ്റ് സാധനം, അത് ശരിക്കും നമ്മള് പിന്നെ സാധാരണ പണ്ടുള്ള ബിൽഡിങ്ങിനെല്ലാം ഇത് തൂവാനെന്നാ പറയാ. മലയാളത്തിൽ തൂവാനെന്ന് പറയും. തൂവാനല്ലേ? തൂവാനം പണ്ടത്തെ വീട്ടിലൊക്കെ ഉണ്ടാകുന്നതാണ്. ശരിക്കും ഇംഗ്ലീഷിൽ യു ബോർഡ് എന്നാ പറയാ. യു ബോർഡ്. പണ്ടത്തെ വീട്ടിലൊക്കെ മരത്തിലാണ് ചെയ്യുക. ഇത് പക്ഷേ മൾട്ടിവുഡാണ്. പിന്നെ വൈറ്റ് കളർ, അതുപോലെ തന്നെ മേലത്തെ നമ്മളെ ഇതുണ്ടല്ലോ, അതിനും വൈറ്റ് കളറാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പെൻഡിങ്ങിലായതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടില്ല. അതൊക്കെ ആരാ? ഇതിന്റെ ഡിസൈനിൽ നമ്മൾ തന്നെ ഇത് ചെയ്തത് അപ്പു, ഞാൻ വരച്ചു കൊടുത്തിട്ട് അപ്പു ചെയ്തതാണ്. അപ്പു ഒരു കലാകാരൻ തന്നെ അല്ലേ? ഞാനത് ആ ഡിസൈൻ വരച്ചു കൊടുത്ത് അതുപോലെ തന്നെ മോഡൽ ചെയ്തല്ലേ. നിലത്ത് വരാന്തയിൽ വെച്ചിട്ട് കോൺക്രീറ്റിൽ വരച്ചു കൊടുത്ത് ചോക്കിനെ കൊണ്ട്. അപ്പം അതിനുശേഷം അതുപോലെ തന്നെ ഇത് ഇതുപോലെ 4 ഉണ്ട്. ഒന്നപ്പുറത്തും പിന്നെ അവിടെ അതൊന്ന് കാർപോറേഷൻ്റെ. അതുപോലെ ഈ ഓടിന് പിന്നെ സാധാരണ രീതിയിലുള്ള പെയിന്റ് അല്ലല്ലോ അടിക്കും അല്ലേ? ഓടിന് സാധാരണ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടൈൽ ഗാർഡ് എന്നിട്ട് ഇപ്പോഴൊരു കളർ പറയുന്നുണ്ട്. പക്ഷേ പൂപ്പലൊന്നും വരാതെ അതിലത്തെ അത്രത്തോളം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ 8 മാസം മഴയുള്ള സമയമല്ലേ. അതെ. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പൂപ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്. ചങ്ങായിമാരെ, ഇവിടെ വേറൊരു വ്യത്യസ്തമായൊരു ആശയം കൂടി കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ അധികം വീടുകളിൽ കണ്ടിട്ടില്ല. വേറെ വീടുകളിൽ ഉണ്ടോ എന്ന് നമ്മളങ്ങനെ പോയി നോക്കിയിട്ടില്ല കേട്ടോ. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് ഒന്നുമില്ല, വേനൽക്കാലല്ലേ, പക്ഷികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. നമ്മളെപ്പോലെ തന്നെ സഹജീവികളെയും നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞല്ലോ അല്ലേ. ഇഷ്ടംപോലെ പക്ഷികൾ വരും. പിന്നെ മേലത്തത് ഫുഡ് വെക്കാനാണ്.
അതിറക്കി വെക്കും, ഉം. വന്നിട്ട് ഇവിടുന്ന് കഴിച്ചിട്ട് പോകും. നല്ല ചൂടല്ലേ പക്ഷികൾക്ക് ഇതൊക്കെ പിന്നെ നല്ലൊരു ഇപ്പോൾ പോണ്ടിലും ആശ്വാസമായി. വരും, പക്ഷെ ഇപ്പം വൈകുന്നേരം ആകുമ്പോൾ പോണ്ടിൽ വരും, ആളില്ലെങ്കിൽ അതിനകത്ത് വന്നിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളോട് ഇത്രയേറെ സംസാരിക്കാൻ സാധിച്ചതിലും. നമുക്ക് ചായ ഒക്കെ തന്നു, അടിപൊളിയായിരുന്നു ഭക്ഷണമൊക്കെ. പിന്നെ ഇതുപോലുള്ളൊരു വെറൈറ്റി ആശയമുള്ളൊരു വീട് എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിച്ചു. അത് ഇനിയും പലർക്കും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ സമീപിച്ചാൽ മതിയെന്ന് നിങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ സമീപിക്കുക. വേണമെങ്കിൽ നമ്പർ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും, നമ്പർ കൊടുക്കാം. കൊടുക്കാം അല്ലേ? അപ്പോൾ മൊബൈൽ നമ്പർ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വ്യത്യസ്തമായ വീഡിയോകൾ എടുക്കാനും പ്ലാൻ വരഞ്ഞു കൊടുക്കാനെല്ലാം ദൈവം ദീർഘായുസ്സും ആരോഗ്യമെല്ലാം തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ചങ്ങായിമാരെ, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോയിൽ എപ്പം പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്ത ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജിയും പിന്നെ ഇവരും. ഓക്കെ, താങ്ക്സ്.